രാജ്യത്ത് ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അത് ഗ്രൗണ്ട് തലത്തിൽ ബി.ജെ.പിയുടെ എല്ലാ പ്രവർത്തകരെയും അതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം 20 ലക്ഷം ആളുകളെ മെമ്പർഷിപ്പ് എടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ബി.ജെ.പി മുന്നോട്ട് വന്നത്. ഇത്തവണ അത് 50 ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ബി.ജെ.പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണെങ്കിലും വിജയിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കന്മാരും. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ വിജയം എന്നുള്ള രീതിയിൽ CPM-ൽ നിന്ന് നിരന്തരമായിട്ട് ആളുകൾ ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ചേലക്കര നിയോജക മണ്ഡലത്തിലെ കൊണ്ടാഴി ചേലക്കര പഞ്ചായത്തുകളിൽ നടക്കം 100ഓളം CPM കുടുംബങ്ങളാണ് ബി.ജെ.പിയിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുമാ പ്രകാശൻ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതും വളരെ വിചിത്രപരമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ചേലക്കര പോലെയുള്ള മണ്ഡലത്തിൽ ഇങ്ങനെ ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നടക്കം ഒരുപാട് ആളുകൾ ബി.ജെ.പിയിൽ അംഗത്വമെടുത്ത് മുന്നോട്ട് വരുന്നത് അത് ശക്തമായിട്ടുള്ള സംഘടനയുടെ പ്രവർത്തനം ഗ്രൗണ്ട് തലത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾക്ക് കാണാൻ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഇതേ ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര പഞ്ചായത്തിലെ CPI-യുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ ലോക്കൽ സെക്രട്ടറി അടക്കം വിജീഷ് എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി അടക്കം ബി.ജെ.പിയിൽ അംഗത്വം എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 100ഓളം ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം വരുന്നു. പൂർണ്ണമായിട്ടും മുള്ളൂർക്കരയിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും ഒരുപാട് ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരും ബി.ജെ.പിക്കൊപ്പം അണിചേർന്നുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ അതിനോടൊപ്പം തന്നെ കണ്ടിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കണം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും എന്നുള്ളത് യാതൊരു തർക്കമില്ല. ഇതിന്റെ ഒരു ഫൈനൽ റൗണ്ട് അല്ലെങ്കിൽ ഇതിനെ തൊട്ട് മുന്നോടിയായിട്ടുള്ള ഒരു മികച്ച ഒരു ബി.ജെ.പിക്ക് പ്രവർത്തിച്ച് ജനങ്ങളുടെ മുന്നിൽ തങ്ങളുടെ ഒരു കഴിവും ശക്തിയും കാണിക്കാൻ പറ്റുന്ന ഒരു ഇലക്ഷനായിട്ട് ചേലക്കര നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ബി.ജെ.പിയുടെ നേതൃത്വം. ഇപ്പോൾ പഴയ ഒരു സാഹചര്യം വിട്ട് പൂർണ്ണമായിട്ടും വിജയം എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് അല്ലെങ്കിൽ വിജയം എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ബി.ജെ.പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ കേവലം വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായത് തൃശ്ശൂരിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തന്നെയാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ 75,000-ന് മുകളിൽ വോട്ടുകൾക്ക് സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ സാധിച്ചത് അത് ഒരു ചരിത്രപരമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ബി.ജെ.പിയോടുള്ള ജനങ്ങളുടെ പലതരത്തിലുള്ള താല്പര്യക്കുറവ് മതപരമായിട്ട് ഉള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണെന്നും അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ബി.ജെ.പിയുടെ നേതാക്കന്മാരാണ് ഇതിൽ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരുപാട് പ്രചരണങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും നിരന്തരമായിട്ട് നടത്തിയിരുന്നു. ഇലക്ഷന് അല്ലെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള പല പ്രചരണ യോഗങ്ങളിലും മണിപ്പൂർ അടക്കമുള്ള പല വിഷയങ്ങളും പ്രധാനമായിട്ട് ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങൾ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും എല്ലാം ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ആരോപണം ബി.ജെ.പി നിരന്തരമായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾ ഇതിനെ ഏത് രീതിയിൽ കാണുന്നു അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി.ജെ.പിക്കൊപ്പം ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് തൃശ്ശൂരിലെ വിജയത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിരന്തരമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും ഗൃഹസമ്പർക്കങ്ങളും അതോടൊപ്പം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും മതമേലധ്യക്ഷന്മാരെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിൽ സുരേഷ് ഗോപിയും ബി.ജെ.പിയുടെ തൃശ്ശൂർ ജില്ലാ ഘടകവും ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതിലവർ വിജയിച്ചതിന്റെ ഭാഗം തന്നെയാണ് വലിയ ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് എത്തിയതെന്നുള്ളത്
എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 100ഓളം CPM അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നുമുള്ള നിരവധി ആളുകളും BJPയോടൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. CPMനെ സംബന്ധിച്ചും CPIയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ അവരുടെ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. BJP ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏത് സ്ഥലമാണെങ്കിലും അവിടെ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും ഇനി അതിനുപരിയായിട്ട് വിജയിക്കാനും BJPക്ക് കഴിയുമെന്നുള്ളതിൽ ഒരു രീതിയിലുമുള്ള തർക്കമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനത്തിൽ നിന്നുള്ള ശ്രദ്ധ ഒരു രീതിയിലും മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാതെ ഇപ്പോൾ മുഴുവൻ സമയ പ്രവർത്തകരെയെല്ലാം വെച്ചുകൊണ്ട് പോലും BJPക്ക് അവരുടെ പ്രവർത്തന കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ BJPയുടെ വിജയിക്കുമെന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പൂർണ്ണമായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരടക്കം ചേലക്കര പോലെയുള്ള BJPക്ക് പരമ്പരാഗതമായിട്ട് വലിയ ശക്തി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് അവിടെ നടത്തിയത്. അത് ഒരു വലിയ രീതിയിൽ തന്നെ വിജയിച്ചിരിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണാനായിട്ട് സാധിച്ചു. ചേലക്കര നിയോജക മണ്ഡലം ഉൾപ്പെടുന്നത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. അപ്പോൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ 1 ലക്ഷത്തിന് മുകളിലാണ് വോട്ടുകൾ വർദ്ധിച്ചത്. കൂടാതെ തന്നെ നിലവിലെ അവിടുത്തെ LDFന്റെ MLA ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ MP ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ MP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവിടെ വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം MP ആയി അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 39,000-ഓളം വോട്ടുകളുടെ വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഇത്തവണ അത് 5,000-ഓളമായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു അതിശയകരമായിട്ടുള്ളൊരു കാഴ്ച കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയെല്ലാം ഉദാഹരണം പൂർണ്ണമായിട്ടും BJPക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചേലക്കരയിൽ മാറി മറിയുന്നു എന്നുള്ളതാണ്. മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളൊരു പോരാട്ടത്തിനുപരി അവിടെ ഒരു വിജയം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് BJP കാര്യങ്ങൾ എത്തിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. 60,000 വോട്ടുകളൊക്കെ ചേലക്കരയിൽ BJPക്ക് ഇപ്പോൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്ര വലിയ സംഭവമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. അതുപോലെയുള്ള സംഘടനാ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ LDFന്റെയും UDFന്റെയും നേതാക്കന്മാർ വർഷങ്ങളായിട്ട് ചേലക്കര പോലെയുള്ള ഒരു മണ്ഡലത്തിന്റെ വികസന പ്രവർത്തന കാര്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ശ്രദ്ധ മാറ്റിയെടുക്കുന്ന ഒരു വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോഴും കുഗ്രാമങ്ങളിലാലും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാലും നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ചേലക്കര. അത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വലിയ രീതിയിലുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും പൂർണ്ണമായിട്ടും ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി കഴിഞ്ഞാൽ അത് ചേലക്കര പോലെയുള്ള പല മണ്ഡലങ്ങളെയും വ്യക്തമായിട്ട് ബാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ചേലക്കരയിലുള്ള വികസന മുരടിപ്പ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെയും UDFന്റെയും നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരെല്ലാവരും തന്നെ അവരുടെ പ്രവർത്തന രംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ചേലക്കരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയില്ലാത്ത ആളുകൾ BJPക്കൊപ്പം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൽ ഒരു രീതിയിലുമുള്ള തർക്കമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.